എങ്ങനെയുണ്ട് ലിസു നിന്റെ വർക്കൊക്കെ? രാത്രി ജോബ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? നൈറ്റും ഡേയും വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടല്ലേ, അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ലേ, ഞാൻ ഓക്കെയാ. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി, ഒരു 2 ആഴ്ച കൂടി ഉണ്ടാവുമല്ലോ വർക്ക്. തനിക്ക് നൈറ്റിലേക്ക് ഫുഡ് ഞാൻ ഏർപ്പാട് ചെയ്യട്ടെ? ഡ്രൈവർ കൊണ്ടുവരും. താൻ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ബുദ്ധിമുട്ടാവുമെന്ന് മമ്മി പറഞ്ഞിരുന്നു. നോ താങ്ക്സ് ഡേ, എനിക്ക് വീട്ടിലത്തെ ഫുഡ് കിട്ടുന്നുണ്ട്. വീട്ടിലെത്തി ഫുഡോ? അതെങ്ങനെ? എവിടെ നിന്ന് കിട്ടുന്നു? അതായത് എൻ്റെ എംപ്ലോയി, അല്ല എൻ്റെ ഫ്രണ്ട് ജീനി, അവള് കൊണ്ടുവരുന്നുണ്ട്. പോയപ്പോ ഫ്രണ്ടൊക്കെ കിട്ടിയല്ലോ, നന്നായി. ഫുഡൊക്കെ ഇത്ര നന്നാണോ? എന്തൊരു ടേസ്റ്റ് എന്നറിയോ, അവളെ കൈപ്പുണ്യം പറഞ്ഞറിയിക്കണ്ടെന്നാ, അടിപൊളിയാ. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ ഇതുവരെയായിട്ട് ഇത്ര നല്ല ഫുഡൊന്നും കഴിച്ചിട്ടില്ല. എൻ്റെ മമ്മി പോലും ഉണ്ടാക്കത്തില്ല. ഞാൻ അവളോട് എന്നും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഫേവറേറ്റ് അവള്. ഫുഡ് കൊണ്ടുവരുന്ന ആളെയാണോ അതോ ഫുഡിനെയാണോ? ഫുഡിന്റെ കാര്യം പറഞ്ഞത്. പേളിയ എന്താണ് ഇത്ര സ്നേഹത്തോടെ ജിമ്മി എന്നെ വിളിക്കുന്നു? എന്താ ജിമ്മി? അയ്യാ തേത്തേ, എന്നെ ഒന്ന് പഠിപ്പിക്കോ? എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. എത്ര വായിച്ചിട്ടും കിട്ടുന്നില്ല. ഒന്ന് പറഞ്ഞു തരുമോ? ജിമ്മി, നിനക്ക് മനസ്സിലാവുന്ന നീ സാറിൻ്റെ അടുത്ത് ചോദിച്ചൂടെ? ഞാൻ നിനക്ക് ട്യൂഷൻ ഏർപ്പാടാക്കാം. എൻ്റെ ഫ്രണ്ടാ നിന്റെ സാറ്, അവൻ വന്ന് പഠിപ്പിക്കുന്നെ. എനിക്ക് തേത്തെ പഠിപ്പിച്ചു തന്നാ മതി. തേളിയും പറഞ്ഞു തന്നാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ചെറുക്കിൻ്റെ എവിടെയോ ഒരു പിരിയിളകിയോ സംശയം. അളിയോ പ്ലീസ് അളിയോ. ജിമ്മി, 1 മീറ്റർ അകലെ നിന്നാൽ മതി. എനിക്ക് അത്യാവശ്യമായിട്ടൊരു വർക്ക് വന്നു, ഞാൻ പോവാണി. പിന്നെ വരാം, ബായ്. ഈ അളിയൻ്റെ ഒരു കാര്യം. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്നാൽ മതിയോ? കുക്കി, നീ എന്താ ഇവിടെ? വേണ്ട, ഞാൻ പഠിച്ചോളാം തന്നെ. അങ്ങനെ പോയാലോ? നിൽക്കണ അവിടെ, നിൽക്കാൻ. എടാ, നിന്നെ ഞാൻ പഠിപ്പിച്ചു തരാടെ ശരിക്കും. വേണ്ടേ, ഞാൻ പഠിച്ചോളാവേ. എടാ, എന്നോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. എന്റെ ചെറുക്ക് നിന്റെ സൗന്ദര്യത്തിൽ വീണു പോയെന്നോ? അവൻ നിന്റെ പുറകെ നടക്കുവാണോടോ നിന്നെ വീഴ്ത്താൻ. ഞാനപ്പോ എന്ത് ചെയ്യും? ഇതെനിക്ക് ഉറപ്പില്ല, പക്ഷെ അവന്റെ കാട്ടിക്കൂട്ടിന് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് അവന്റെ പെരുമാറ്റം ഡിഫറെന്റ് ആണ്. സത്യമായിട്ട് എനിക്ക് അവനോടൊരു ഇൻട്രസ്റ്റും ഇല്ല. ഇത്രയും സൗന്ദര്യമുള്ള എന്നെ കളഞ്ഞിട്ട് നിന്റെ പിന്നാലെ എന്ത് കണ്ടിട്ടാവും വരുന്നത്? അയ്യോ, ഞാൻ അറ്റുതോറ്റ് പ്രണയിച്ചത് ഇങ്ങനെയല്ല. പോട്ടെ, സാരില്ല, ഇങ്ങനെ കിടന്ന് അവറാതെ തളരരുത് രാമൻകുട്ടി. ഞാനിവിടെ വിഷമിച്ചിരിക്കുമ്പോ കല്യാൺ ഡാമിലെ ഡയലോഗും കൊണ്ടുവരുന്നിട തേണ്ടി. പ്രണയത്തെ കുറിച്ച് നിനക്ക് എന്തറിയാം? നീ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല. പ്രണയം എന്താണെന്ന് അറിയണമെങ്കിൽ പ്രണയിച്ച് തന്നെ അറിയണം. മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ വികാരത്തെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത നിന്നോട് എന്തും പറഞ്ഞിട്ട് എന്താണ് കാര്യം? എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാക്കാൻ നിനക്ക് പറ്റില്ല. ലെക്ചറ് തുടങ്ങണ്ട. ഇതുപോലത്തെ ഭ്രാന്ത് പറയാൻ വേണ്ടിയിട്ട് പ്രണയിക്കുന്നെങ്കിൽ എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനിവിടെ സിംഗിൾ ആയിട്ട് തന്നെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. എന്റെ തേത്തേ, ഇവിടെ കിടന്നേക്ക് അറിയാതെ നീ അവന്റെ അടുത്ത് പോയി സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്യാൻ നോക്ക്. ആ ചെറുക്കൻ എൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്യുക ചെയ്യുന്നത്, അതും റൊമാൻറ്റിക് ആയിട്ട് ഫിസിക്കലി. എന്റെ കയ്യിൽ നിന്നെങ്ങാനും എന്റെ കൺട്രോള് നഷ്ടപ്പെട്ട എന്നെ പറയാൻ വരരുത്. അങ്ങനെ പറയരുത്, നീ അങ്ങനെ ചെയ്യരുത്. നിന്റെ കൺട്രോള് നീ പിടിച്ചു നിർത്തണം. ആ പൊട്ടം വിവരമില്ലാത്തവർ എന്തെങ്കിലും ചെയ്തു വിചാരിച്ചു ഇവരാണ് നീ. നോ, നീ കുക്കിയെ കുറിച്ച് എന്നെ കുറിച്ചൊക്കെ ആലോചിക്കണം. ഇല്ലെങ്കിൽ ഇന്ന് ഞാൻ കൊടുത്ത ഫുഡൊക്കെ മേഡത്തിന് ഇഷ്ടപ്പെടും. ഇതെന്താ? എന്റെ ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ. നന്നായിട്ടുണ്ട്. നീ എന്താ പറ്റി? എടി, നീ എന്തിനാടി എൻ്റെ ഫുഡ് എടുത്തത്? ആരോട് ചോദിച്ചിട്ട് എടുത്തത്? ആരോട് ചോദിക്കണം? നീ കൊണ്ടുവന്ന ഫുഡ് ഞാൻ എടുക്കാറുള്ളതല്ലേ, ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇന്നത്തോട് കൂടി നിന്റെ തീറ്റ ഞാൻ നിർത്തോടി. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടില്ല നീ വന്നത്, എന്നിട്ട് എന്റെ ഫുഡ് എടുത്ത് തിന്നുന്നോടി. തീറ്ററപ്പായുടെ വല്ല ബന്ധത്തിൽ പറഞ്ഞതാണോ നീ? എടുക്കൂല്ലടി, ഫുഡല്ലേ എടുത്തുള്ളൂ. ഞാൻ വല്ല ഗോൾഡൊന്നും എടുത്തില്ലല്ലോ. ഓഫീസിൽ എന്റർടൈൻമെന്റ് വേണ്ടിയിട്ടാണ് ഇവർ അടി വെച്ചിരിക്കുന്നത്. അടിക്കില്ലേ, രണ്ടുപേരും അടിക്കില്ലേ? ഇതിന് രണ്ടിലും ഏതെങ്കിലും ഒന്ന് ജീവനോടെ ഉണ്ടാവോ? കർത്താവേ, ഈ രണ്ടെണ്ണത്തിനും ആത്മശാന്തി കൊടുക്കണേ.
Stop it! What are you doing? ഇത് ഓഫീസല്ലേ? ജീനി, തന്നിൽ നിന്ന് അത് പ്രതീക്ഷിച്ചില്ല. മാം, സോറി. മാം, എല്ലാത്തിനും കാരണം നീയാടി. വന്നിട്ട് ഞാൻ തരുന്നുണ്ട്. മേഡനോട് പിണങ്ങിയാണുണ്ടല്ലോ, ശരിയാക്കുന്നില്ല ഞാൻ. മാം, മാം സോറി മാം, എന്നോട് മിണ്ടാതിരിക്കല്ലേ. മനഃപൂർവ്വം ചെയ്തല്ല. അവള് മാഡത്തിന് കൊടുന്ന ഫുഡ് എടുത്ത് കഴിച്ചു. ഫുഡ് എടുത്ത് കഴിച്ചെന്നല്ലേ ഉള്ളൂ ജീനി, അതിനടിക്കാണ് വേണ്ടത്. സോറി മാം, മാഡം ഒന്നും കഴിക്കാതിരിക്കുന്ന ആലോചിച്ചപ്പോൾ ഞാൻ മാഡത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ലേ അവള്. മതി മതി കരഞ്ഞത്. എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. ഇനി ഇതുപോലെ ഒന്നും ആവർത്തിക്കരുത്. ഫുഡ് എനിക്ക് പിന്നെ കൊണ്ടുവന്നാൽ മതി. എനിക്ക് തന്നോടൊരു ദേഷ്യമില്ലടോ. തന്നെ കരയുന്ന കാണാൻ ഒരു ഭംഗിയില്ല കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഞാൻ അങ്ങോട്ട് പോട്ടെ മാം. സാർ, എന്തെങ്കിലും ചോദിക്കാനെങ്കിൽ കുറച്ച് അകലെ നിന്ന് ചോദിച്ചൂടെ? അതെന്താ, ഞാൻ ഇത്ര അടുത്ത് വന്നു കഴിഞ്ഞാൽ നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാർ, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്ര അടുത്ത് വന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമുണ്ടെങ്കിൽ സാർ എന്തിനാ സാർ എന്നെ എന്ന് ഈ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തുന്നത്? ഇതിന് മാത്രം എന്ത് വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്? സാർ, എന്നെ കണ്ടില്ലെങ്കിൽ സാറിന് ഉറക്കം വരില്ല എന്ന് വല്ലതുണ്ടോ? ഉറക്കം വരണ്ടേ? നിന്നെ ഒരു ദിവസം കാണാതെ ഇരുന്ന് കഴിഞ്ഞാൽ തീരെ ഉറക്കം വരത്തില്ല. എന്റെ മനസ്സെന്നറിയ നീയാണെങ്കിലും നിന്നെ നേരിട്ട് കാണുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് വേറെ തന്നെയാ. ജിമ്മി, സാർ എന്താ ഉദ്ദേശിച്ചത്? എനിക്ക് മനസ്സിലായില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ എൻ്റെ അടുത്തേക്ക് വാങ്ങണ്ട. ജിമ്മി, നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ എൻ്റെ മനസ്സെന്നറിയ നീയാണെന്ന്. അത് കേട്ടിട്ടും നിനക്ക് എൻ്റെ മനസ്സിൽ എന്താണെന്നോ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സാർ, ജിമ്മി, നിന്റെ കണ്ണ് നിറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. നിന്റെ മുഖത്ത് എപ്പോഴും ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് കാണാൻ എനിക്കിഷ്ടം. നീ ക്യൂട്ടായിട്ട് വരുന്ന കാട്ടിക്കൂട്ടുമ്പോൾ എൻ്റെ മനസ്സ് അത് എൻ്റെ കയ്യിൽ തന്നെ നിൽക്കുന്നില്ല. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ഐ റിയലി ലവ് യു ജിമ്മി. സാർ, സോറി ജിമ്മി. ഞാനിതിപ്പോ നിന്റെ അടുത്ത് കൺഫ്യൂസ് ചെയ്യാൻ വിചാരിച്ചതല്ല. പക്ഷേ നിനക്ക് തേയോടെ ക്രഷ് നടന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കുക ജിമ്മി? അതെങ്ങനെ അറിഞ്ഞു? നിങ്ങൾ പറയേണ്ടവർ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യാതെ ഓ ക്ലാസ്സിൽ കയറി പോയി നെക്സ്റ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുമ്പോ ഞാനോ എന്നെ വിളിച്ചു വരുത്തി എന്റെ ടൈം മുഴുവൻ വേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് കിസ് ഓടിച്ചേക്കാം. നേരിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. സോ ക്യൂട്ട്. കുക്കി, ഏയ് എന്താടോ വലിയ ഗൗരവത്തിലാണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് ഉറങ്ങാനുള്ള ടൈമാ. എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ എന്താ വന്നിരിക്കുന്നത്? എനിക്ക് പഠിക്കാനും ഉണ്ട്. ഗൗരവത്തിലാണെന്ന് തോന്നുന്നല്ലോ. എന്ത് പറ്റി? ഇന്ന് രാവിലെ നമ്മുടെ പാവൻ ജിമ്മിനിട്ട് ഓടിപ്പിക്കണ്ടായിരുന്നല്ലോ. അവന് വയ്യാതെ ആവില്ല. അവന്റെ പിന്നാലെ ഓടി എനിക്ക് വയ്യായിക്കുന്നില്ല, അവന് വയ്യായിക്കാവൂല്ലേ? ജിമ്മിയാളിയോട് എപ്പോഴാ തേയാളിന് ഇത്ര അധികം സ്നേഹം കൂടി തുടങ്ങിയത്? കുക്കി, നിന്നോടുള്ള അത്ര സ്നേഹം എനിക്ക് അവനോട് ഇല്ലെങ്കിലും എന്റെ അളിയനല്ലേ. പിന്നെ ഒരു കുട്ടി, ചെറുതാ അവനെ കാണാൻ. എന്നെ ക്യൂട്ടാന്നറിയോ? എന്നോട് പഠിക്കാനാ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനും ചെയ്യാന്ന് വിചാരിച്ചു. ക്യൂട്ടോ? ഏത് വകയിലാ? എന്റെ അത്ര ക്യൂട്ടാണെന്നാണോ അത് എന്റെ ഒപ്പം വെക്കാനുള്ള ക്യൂട്ടാണെന്നാണോ? ഇതൊക്കെ തന്നെയാണല്ലോ മുന്നേ എൻ്റെ അടുത്ത് പറഞ്ഞത്. അതുകൊണ്ട് ചോദിച്ചതാ, ഏത് രീതിയിലാ അളിയൻ അവനെ കാണുന്നത്? ഞാൻ ഏത് രീതിക്ക് വേണം അവനെ കാണാൻ? കുക്കിയുടെ അഭിപ്രായം എന്താ? റൊമാൻറ്റിക് ആയിട്ടാണോ അതോ എങ്ങനെ വേണമെന്ന് അളിയനെ ഞാൻ പറഞ്ഞുതരാം. കുക്കി, എന്താ അളിയ? മുന്നേ ഞാൻ പറഞ്ഞില്ലേ ജിമ്മിയുടെ പിന്നാലെ പോകരുതെന്ന്, എന്നെ കാണുന്ന പോലെ ജിമ്മിയെ കാണാൻ ശ്രമിക്കരുതെന്ന്. അത് നന്നാവില്ല ആർക്കും. എനിക്കിഷ്ടമല്ല. അളിയ, എന്താ? അറിയൂ ജലസ്? ഞാൻ ജലസൊന്നല്ല, ഞാൻ കാര്യം പറഞ്ഞെന്നുള്ളൂ. എന്താ നീ കാര്യം പറയുന്നത്? കുക്കി, നീ എന്നെ എന്തിനാ അങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഒരു നിമിഷം എൻ്റെ അരികിലേക്ക് വന്ന് എന്നെ ഒരുപാട് സന്തോഷിപ്പിച്ച് നീ എൻ്റേത് മാത്രമാണെന്ന് എനിക്ക് ഉറപ്പ് വരുത്തി തരും. കുറച്ച് നിമിഷങ്ങൾക്കകം ലീസയുടെ പേരും പറഞ്ഞ് നീ എൻ്റെ വിട്ടകന്ന് പോവും. നിന്റെ ഒരു കളിപ്പാവായിട്ടാണോ നീ എന്നെ കരുതിയിരിക്കുന്നത് കുക്കി? ഞാൻ ഇതുവരെയായിട്ട് ലീസ ഒന്ന് തൊട്ടുപോലും, അവളൊന്നും മനസ്സിൽ പോലും അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ട് പോലില്ല.
പക്ഷെ നീ എന്നെ അവളിലേക്ക് തള്ളിവിടുക. നീ എത്ര എന്നെ അവളിലേക്ക് തള്ളിവിട്ടാലും എനിക്ക് അവളെ സ്വീകരിക്കാൻ കഴിയില്ല കുക്കി. നീ എന്താ അത് മനസ്സിലാക്കാത്തെ? വൈ കുക്കി? വൈ? ഐ റിയലി ലവ് യു.